നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ മലയാളത്തിലെ ഒരു സൂപ്പർ ആർട്ടിസ്റ്റായ പൃഥ്വിരാജിനെ കുറിച്ചാണ്. പൃഥ്വിരാജ് ആക്ഷൻ കിങ്ങാണ്. ആക്ഷൻ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അഭിനയിക്കുക എന്നുള്ളത് ആടുജീവിതത്തിലും ഉപരി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു നടനാണ്, കാണാനും നല്ല ഫോമാണ്, നല്ല ഗ്ലാമറാണ്, എല്ലാം കൊണ്ടും. ഈ പൃഥ്വിരാജിനെ സിനിമാ ഫീൽഡിൽ ആരെങ്കിലും പ്രേമം ഉണ്ടായിരുന്നോ, അത് സ്നേഹമുണ്ടായിരുന്നോ? പൃഥ്വിരാജിൻ്റെ അല്ലെങ്കിൽ പൃഥ്വിരാജ് വൺ വേ ആയിട്ട് പൃഥ്വിരാജിനെ സ്നേഹിച്ച നടികളുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതിൽ നമ്മൾ ആർക്കും കൊടുക്കാത്ത ഒരു നടി ഒളിച്ചിരിക്കുന്നുണ്ട്. ആ നടിയുടെ പേരാണ് നമ്മളിന്ന് പറയാൻ പോണത്. ശരിക്കും നവ്യ നായർ പൃഥ്വിരാജിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അത് വൺ വേ ട്രാഫിക് മാത്രമാണ്. പൃഥ്വിരാജിന് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പൃഥ്വിരാജ് ആദ്യത്തെ പടത്തിൽ തന്നെ നവ്യ നായരാണ് നായികയായിട്ട് വന്നത്. അന്ന് ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പൃഥ്വിരാജ് അന്ന് പുതുമുഖമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു നിഷ്കളങ്കമായുള്ള ഒരു മുഖമാണ് നമ്മുടെ പൃഥ്വിരാജിന്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ സുകുമാരനെ വെച്ച് നോക്കുമ്പോൾ സുകുമാരൻ്റെതായുള്ള യാതൊരു മുഖം കൊണ്ടോ അഭിനയം കൊണ്ടോ ഒന്നുമില്ല. സുകുമാരനെ കുറിച്ച് നോക്കുമ്പോൾ സുകുമാരൻ്റെ ശരിക്കും അഭിനയം കിട്ടിയതും അതുപോലെ തന്നെ സംഭാഷണം കിട്ടിയതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു പൗരുഷം കിട്ടിയതും ഒക്കെ നമ്മുടെ ഇന്ദ്രജിത്തിനാണ്. നമ്മുടെ പൃഥ്വിരാജിന് അത് കിട്ടിയില്ല. പൃഥ്വിരാജിനെ നമ്മുടെ നവ്യ നായർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. കല്യാണം കഴിക്കാൻ പൃഥ്വിരാജ് ഒന്ന് പറഞ്ഞെങ്കിൽ അന്ന് കല്യാണം കഴിച്ചേനെ. അതിലൊരുപാട് വിഷമം ഇപ്പോഴും നവ്യ നായർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. ഇനിയിപ്പോൾ അത് അവർ രണ്ടാളുടെ മനസ്സിലുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് അറിയില്ല. അങ്ങനെ ഞാനും പ്രതീക്ഷിച്ചു അവരെ വളരെ നന്ദനത്തിലൊക്കെ ഇൻറ്റിമസി ആയിട്ട് അഭിനയിക്കുന്ന കാണുമ്പോഴും വളരെ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന കാണുമ്പോഴും ഇവർ അഭിനയിക്കുന്ന സീൻസുകൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇവരെ കെമിസ്ട്രി ഒരുപാട് വർക്ക് ചെയ്തതും ഇവർ തമ്മിലുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവരാരും പെർഫോം ചെയ്യുന്നുണ്ട്. പടം അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. പിന്നെ കാവ്യമാധവനായിട്ട് ഈ ക്ലാസ്മേറ്റ് അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചു. സന്തോഷ് ജിയുടെ പടത്തിലൊക്കെ അഭിനയിച്ചു. അത് അഭിനയിച്ചപ്പോൾ കാവ്യമാധവന് ഒരുപാട് ഇഷ്ടമായിരുന്നു നമ്മുടെ പൃഥ്വിരാജിനെ. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന് അവിടെയും പൃഥ്വിരാജ് പിടി കൊടുത്തില്ല. പൃഥ്വിരാജിന് അങ്ങനെ ആ താല്പര്യമൊന്നുമില്ല, കാവ്യമാധവനോട് ഇഷ്ടമോ അങ്ങനെ സ്നേഹമോ പ്രാമൊന്നുമില്ല. പക്ഷേ അത് ഉണ്ടെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിട്ട് കാവ്യമാധവൻ പറഞ്ഞു എന്ന് പറയുന്നതാണ്. ഒരു ഇഷ്ടം ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഇഷ്ടം ഈ പൃഥ്വിരാജും കാവ്യമാധവനും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പൃഥ്വിരാജിനെ നമ്മുടെ ദിലീപ് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് അന്നത്തെ പത്രത്തിലും വീക്കിലികളൊക്കെ വന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ പൃഥ്വിരാജ് വളർന്നു വരുന്ന വലിയൊരു കലാകാരനാണ്. ഇങ്ങനെ വളർന്നു വന്നാൽ അത് ദിലീപിനൊരു പാരയായിട്ട് മാറും. അതുപോലെ തന്നെ ദിലീപ് ഇഷ്ടപ്പെടുന്ന കാവ്യമാധവനിൽ നിൽക്കി അവൻ്റെ നോട്ടം ചെല്ലോ, കാവ്യമാധവന് ഇഷ്ടമാണോ, ഇനി നാളെ അവർ തമ്മിൽ എന്തെങ്കിലും കല്യാണം കഴിക്കുക പ്രേമോ വല്ലതും ആണോ എന്നുള്ളൊരു സംശയം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പൃഥ്വിരാജിൻ്റെ പടങ്ങൾ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂവാനായിട്ട് ആൾക്കാരെ കയറ്റിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. അന്നത്തെ വീക്കിലുകളിലും അതുപോലെ പൃഥ്വിരാജിൻ്റെ പടങ്ങൾ റിലീസാകുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിലീപിൻ്റെ ഫാൻസുകാർ വന്ന് അത് കീറിക്കളയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമാ ഫീൽഡിൽ നടന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ തെറ്റിദ്ധാരണയുടെ മുകളിലാണ്. നമ്മുടെ പൃഥ്വിരാജിന് കാവ്യമാധവനായിട്ട് യാതൊരു ബന്ധവുമില്ല. വെറും സഹപ്രവർത്തകരും ഫ്രണ്ട്സും മാത്രമാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കാവ്യമാധവനായിട്ടുള്ളൂ. അത് തിരിച്ചറിയാനായിട്ട് ദിലീപും കുറച്ച് വൈകി, അത് തിരിച്ചറിയാനായിട്ട് കാവ്യമാധവനും കുറച്ച് വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ പൃഥ്വിരാജിന് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു നടി ഉണ്ടായിരുന്നു. ആ നടീനെ കുറിച്ച് നമ്മളിന്ന് പറയുന്നത്. ഇത് രണ്ടും വൺ വേ ട്രാഫിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടു ട്രാഫിക്കായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയാമണി എന്ന് പറഞ്ഞൊരു നടിയാണ്. വിനീൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുമിച്ച് തമിഴിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ നല്ല കെമിസ്ട്രിയാണ്. അപ്പോൾ പൃഥ്വിരാജിനും ഈ പ്രിയാമണിനെ ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയാമണിക്കും പൃഥ്വിരാജിനും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പൃഥ്വിരാജ് എന്തുണ്ടായി, ഈ ബന്ധം കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ ഭാവിയിൽ അതൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഡൈവോഴ്സിൽ കലാശിക്കും നമ്മൾ കല്യാണം കഴിച്ചാൽ എന്ന് പൃഥ്വിരാജിനൊരു ഭയം ഉള്ളിൽ വന്നു. ഉടനടി പൃഥ്വിരാജ് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു. എന്താണ്? ബിസിനസ് മാഗ്നറ്റായ ഒരാളുടെ മകളെ, പാലക്കാടാണ് സുപ്രിയയുടെ വീട്, സുപ്രിയനെ ആയിട്ട് കല്യാണം ഞാൻ ഉടനെ നടക്കുന്നു, ഒരു 6 മാസത്തിനുള്ള ഒരു കല്യാണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നു നമ്മുടെ പൃഥ്വിരാജ്. ആ പ്രഖ്യാപനം കേട്ടോട് കൂടിയിട്ട് നമ്മുടെ പ്രിയാമണി ആകെ വിട്ടുപോയി. പ്രിയാമണി എന്തുണ്ടായി, ശരി അപ്പോൾ
അവർ ഫ്രണ്ട്സുകളല്ല, അവർ പ്രണയിക്കുന്നുണ്ട് എന്ന് രണ്ടുപേർക്കും മനസ്സിലായ നിലയ്ക്ക് രണ്ടുപേരും അങ്ങോട്ട് ത്യാഗം ചെയ്തു. നമുക്ക് പിരിയാം, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. അപ്പോൾ ഒരു പ്രേമവിവാഹമായിരുന്നില്ല സുപ്രിയയുടെ. എന്തായാലും അതിന് നമുക്ക് പൃഥ്വിരാജിനെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ കിട്ടിയുള്ള ഏറ്റവും നല്ലൊരു ഭാര്യയാണ് ഈ സുപ്രിയ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, സിനിമാ ഫീൽഡിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. പൃഥ്വിരാജിനെ ശരിക്കും മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തിയാണ് സുപ്രിയ. അതുകൊണ്ട് സുപ്രിയ ഇപ്പോൾ എന്തുണ്ടായി, ഫുള്ളായിട്ട് ഇൻവോൾവായി, സിനിമാ ഫീൽഡിൽ ഇൻവോൾവായി, അവരെന്നെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പൃഥ്വിരാജിനെ മനസ്സിലാക്കിയ കാരണം പൃഥ്വിരാജിന് തലവേദനയില്ല, പൃഥ്വിരാജിനെ കുറിച്ച് ഒരു സംശയമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് നിൽക്കുന്ന, എല്ലാം വെട്ടി തുറന്ന് അവർ രണ്ടുപേർക്കും പച്ചവെള്ളം പോലെ അവർ രണ്ടുപേരെ ജീവിതം അവർക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. സിനിമാ ഫീൽഡിൽ നിന്ന് മക്കളെ, സിനിമാ നടന്മാർ നിങ്ങൾ ഒരിക്കലും സിനിമാ ഫീൽഡിൽ നിന്ന് വിവാഹം കഴിക്കരുത്. വിവാഹം കഴിച്ചാൽ അത് കട്ടയും പടം മടങ്ങുന്ന ഒരു കാര്യം. അത് മനസ്സിലാക്കിയ പൃഥ്വിരാജിന് എൻ്റെ ബിഗ് സല്യൂട്ട്. ഇപ്പോൾ തിരഞ്ഞെടുത്തുള്ള ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നു, പൃഥ്വിരാജ് ഭാര്യനെ സ്നേഹിക്കുന്നു, ഭാര്യ പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നു. ആ വിവാഹ ജീവിതം അങ്ങോട്ട് പോട്ടെ, നമുക്കത് സന്തോഷമായുള്ള കാര്യമാണ്, അങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇന്ദ്രജിത്ത് പ്രേമിച്ച കല്യാണം കഴിച്ചത്, ഇന്ദ്രജിത്ത് നമ്മുടെ കെ രാജൻ്റെ ഒരു പടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടത്തിൽ മല്ലിക അഭിനയിക്കുന്നുണ്ടായിരുന്നു. മല്ലികനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടാണ് ഈ പെൺകുട്ടീനെ കണ്ട് അവൾ വന്ന സീരിയലിൽ അഭിനയിക്കുകയാണ്. അങ്ങനെ പക്ഷെ മല്ലിക്ക് അത് ഇഷ്ടമായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്. ഇപ്പോഴും ആ കുടുംബത്തിൽ മല്ലികനെയും നോക്കി കുട്ടികളൊക്കെ ആയി എന്ത് ഭംഗിയായിട്ട് അവർ ജീവിക്കുന്നത്. ഞാൻ പറയും, മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീയാണ്. രണ്ട് മക്കൾ, സുകുമാരൻ നേരത്തെ പോയാലെന്താ, അതിനെ ഇവർ രണ്ടുപേരും കെട്ടി ഒരുപാട് സമ്പാദിച്ചിട്ടാണ് സുകുമാരൻ മരിച്ചത്. അപ്പോൾ ഈ രണ്ട് മക്കളെയും സിനിമാ ഫീൽഡിലായാലും അവർക്ക് രണ്ട് ഭാര്യമാരും വന്നു, നല്ല കുടുംബം ചെയ്തു. ഇപ്പോൾ അവിടെ മല്ലികയ്ക്ക് ആകെ ഒരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരും എപ്പോഴും അടുത്ത് കിട്ടുന്നില്ല. ഒരു ദുഃഖം തന്നെ. അമ്മമാർക്ക് മക്കൾ ഒരുപാട് ബിസിയായി, ഒരുപാട് ബിസിയായി കഴിഞ്ഞാൽ അവർ മിസ് ചെയ്യുന്നത് ആരെയാണ്? മക്കളെ മിസ് ചെയ്യും. കാരണം എന്താണ്? മക്കൾ അവർക്ക് കിട്ടുന്നില്ല. അവർ വിചാരിക്കുന്ന സമയത്ത് മക്കളെ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ മാസങ്ങളോളം കഴിഞ്ഞിട്ടാവും മക്കളെ കാണുന്നത്. മക്കളിങ്ങനെ ഓരോ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഓടി നടക്കില്ല. അവരും മക്കളുണ്ട്, അവരുടെ ജീവിതം കെട്ടിപ്പടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് അവരെ കിട്ടുന്നില്ല. പക്ഷെ മല്ലിക പല സീരിയലുകളും പല ആക്റ്റീവായിട്ട് പല സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരും ഈ ഒരു വിഷമം മറന്നുകൊണ്ട് അവരും ജീവിക്കുന്നു. എന്തായാലും സുകുമാരൻ നല്ല ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. നല്ല രണ്ട് മക്കളെ കിട്ടി, രണ്ട് മര്യാക്കളെ കിട്ടി, നല്ലൊരു ഭാര്യനെ കിട്ടി. എന്തായാലും അവർ ഭംഗിയായിട്ട് ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാണ്ട് നമ്മുടെ സമൂഹത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പൃഥ്വിരാജിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനേലും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇന്ദ്രജിത്തിനോട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇന്ദ്രജിത്തിനെ വലിയ ഇഷ്ടമാണ്. ഇന്ദ്രജിത്തിൻ്റെ പടം ഉണ്ടെങ്കിൽ നമ്മൾ ഊട്ടി ചെല്ലും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മൂപ്പരെ കാണിക്കാനായിട്ട്. നമുക്ക് ആ ഒരു സുകുമാരൻ്റെ ഒരു മെമ്മറീസ് നമുക്ക് ഇന്ദ്രജിത്തിൽ കാണുന്നുണ്ട്. ഇന്ദ്രജിത്തിനെ സിനിമാ ലോകം തഴഞ്ഞിരിക്കുന്നു, പക്ഷെ അത് പാടില്ല. നല്ല കഥാപാത്രങ്ങൾ കൊടുത്താൽ ഗംഭീരമായ ഗാനം, നല്ല റേഞ്ചുള്ളൊരു നടനാണ് പൃഥ്വിരാജ്. പക്ഷേ സിനിമാക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രജിത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ പൃഥ്വിരാജിനെയാണ്. ഒരുപാട് ഇതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്ത ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിനേക്കാളും മേലെ നിൽക്കാനുള്ള ഒരു നടനാണ് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.